വെൽക്കം ടു ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ പേപ്പർ ബോട്ട്സ് എന്ന പാഠത്തിൻ്റെ എക്സസൈസുകളാണ്. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം അല്ലേ? ആൻസർ ദ ഫോളോവിങ്. ഇനി പറയുന്ന കാര്യങ്ങളുടെ ഉത്തരം പറയുക. വാട്ട് വാസ് മീന പ്ലേയിങ് വിത്ത്? മീന എന്തുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്? മീന വാസ് പ്ലേയിങ് വിത്ത് സം പേപ്പർ ബോട്ട്സ്. മീന വാസ് പ്ലേയിങ് വിത്ത് സം പേപ്പർ ബോട്ട്സ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. മീന വാസ് പ്ലേയിങ് വിത്ത് സം പേപ്പർ ബോട്ട്സ്. മീന ചില പേപ്പർ ബോട്ടുകളുമായിട്ട് കളിക്കുകയായിരുന്നു. 2. മീന വാസ് ആംഗ്രി. വൈ? മീനയ്ക്ക് വലിയ ദേഷ്യമായിരുന്നു. കാരണം എന്താണ്? കാരണം ഇതാണ്. ആസ് ദ ബോട്ട് ഫ്ലോട്ടഡ് ഡൗൺ ത്രൂ ദ സ്ട്രീം. ആസ് ദ ബോട്ട് ഫ്ലോട്ടഡ് ഡൗൺ ത്രൂ ദ സ്ട്രീം. അരുവിയിലൂടെ ബോട്ട് താഴേക്ക് ഒഴുകിയപ്പോഴേ മീന സോ എ നോട്ടി ബോയ്. മീന ഒരു വികൃതിയായ ആൺകുട്ടിയെ കണ്ടു. മീന സോ എ നോട്ടി ബോയ് പുഷിങ് ദ ബോട്ട് ഇൻ ടു ദ വാട്ടർ. അവൻ വെള്ളത്തിലേക്ക് ബോട്ട് മറിക്കുകയാണ്. പുഷിങ് ദ ബോട്ട്സ് ഇൻ ടു ദ വാട്ടർ. വെള്ളത്തിലേക്ക് ബോട്ടുകൾ മറിക്കുക. സോ ഷീ വാസ് ആംഗ്രി. അതുകൊണ്ട് അവൾക്ക് ദേഷ്യം വന്നു. നമുക്കൊന്ന് പറയാം. ആസ് ദ ബോട്ട് ഫ്ലോട്ടഡ് ഡൗൺ ത്രൂ ദ സ്ട്രീം മീന സോ എ നോട്ടി ബോയ് പുഷിങ് ദ ബോട്ട് ഇൻ ടു ദ വാട്ടർ. സോ ഷീ വാസ് ആംഗ്രി. 3. ഹൗ ഡിഡ് മീന ഹെൽപ്പ് ദ ബോയ്? എങ്ങനെയാണ് മീന കുട്ടിയെ സഹായിച്ചത്? മീന ടോഡ് ദ ബോയ് ടു മേക്ക് പേപ്പർ ബോട്ട്സ്. ദസ് ഷീ ഹെൽപ്ഡ് ദ ബോയ്. ഹൗ ഡിഡ് മീന ഹെൽപ്പ് ദ ബോയ് എന്നതിൻ്റെ ഉത്തരം ഇതാണ്. മീന ടോഡ് ദ ബോയ് ടു മേക്ക് പേപ്പർ ബോട്ട്സ്. ദസ് ഷീ ഹെൽപ്ഡ് ദ ബോയ്. മീന പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ആൺകുട്ടിയെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവനെ സഹായിച്ചത്. നമുക്ക് ഒന്നുകൂടെ പറയാം. ഹൗ ഡിഡ് മീന ഹെൽപ്പ് ദ ബോയ്? മീന ടോഡ് ദ ബോയ് ടു മേക്ക് പേപ്പർ ബോട്ട്സ്. ദസ് ഷീ ഹെൽപ്ഡ് ദ ബോയ്. അടുത്തത് ബി. തിങ്ക് ആൻഡ് ആൻസർ. ആലോചിച്ച് ഉത്തരം പറയുക. 1. മീന മെയ്ഡ് പേപ്പർ ബോട്ട്സ്. മീന പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി. വാട്ട് എൽസ് ക്യാൻ യു മേക്ക് വിത്ത് പേപ്പർ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം? ഡിസ്കസ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ചെറിയ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുക. 1. മീന മെയ്ഡ് പേപ്പർ ബോട്ട്സ്. വാട്ട് എൽസ് ക്യാൻ യു മേക്ക് വിത്ത് പേപ്പർ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും? ഡിസ്കസ് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. ഉത്തരം ഇതാണ്. വി ക്യാൻ മേക്ക് സോ മെനി തിങ്സ് വിത്ത് ദ പേപ്പർ. നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. സച്ച് ആസ് കൈറ്റ്സ്, ഫ്ലവേഴ്സ്, ബോക്സസ്, സ്റ്റാർസ്, എയ്റോപ്ലെയിൻസ്, ഫാൻസ് എക്സെട്ര. നമുക്ക് ഒന്നും കൂടി പറയാം. വി ക്യാൻ മേക്ക് സോ മെനി തിങ്സ് വിത്ത് ദ പേപ്പർ സച്ച് ആസ് കൈറ്റ്സ്, ഫ്ലവേഴ്സ്, ബോക്സസ്, സ്റ്റാർസ്, എയ്റോപ്ലെയിൻസ് ആൻഡ് ഫാൻസ് എക്സെട്ര. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം. വാട്ട് ഗെയിംസ് ഡു യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? എന്ത് കളികളാണ് നിങ്ങൾ കൂട്ടുകാരോടൊത്ത് കളിക്കുന്നത്? വിച്ച് വൺ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? വൈ? എന്തുകൊണ്ടാണ്? ഐ പ്ലേ ക്രിക്കറ്റ്, ഫുട്ബോൾ, ചെസ്, കബഡി ആൻഡ് നേറ്റീവ് ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ്. I play cricket, football, chess, കബഡി ആൻഡ് നേറ്റീവ് ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ ക്രിക്കറ്റ്, ഫുട്ബോള്, ചെസ്സ്, കബഡി, നാടൻ പന്ത് കളി എന്നിവ എൻ്റെ കൂട്ടുകാരുമായി കളിക്കുന്നു. ഇൻ ദിസ് പ്ലേസ് ഐ ലൈക്ക് ചെസ് ദ മോസ്റ്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി പ്ലേഡ് ഇൻ ദ ഹൗസ്. ഇവയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ചെസ്സ് കളിക്കാനാണ്. കാരണം അത് വീടിനുള്ളിൽ വെച്ച് കളിക്കാവുന്നതാണ്. സേ വെദർ ട്രൂ ഓർ ഫോൾസ്. ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. 1. ദ ബോയ് തോട്ട് ഇറ്റ് വാസ് ഫൺ ടു ഓവർടേൺ ദ ബോട്ട്സ്. ദ ബോയ് തോട്ട് ഇറ്റ് വാസ് ഫൺ ടു ഓവർടേൺ ദ ബോട്ട്സ്. ബോട്ട് മറിക്കുന്ന രസമാണെന്ന് അവന് തോന്നി. ശരിയാണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ഇനി രണ്ടാമത്തെ നോക്കിയേ. മീന റാൻ ഹോം ടു കംപ്ലെയിൻ അബൌട്ട് ദ ബോയ്. അവൾ വീട്ടിൽ ഓടിപ്പോയിട്ട് പരാതി പറയാൻ പോയോ? ഇല്ല. അപ്പോൾ ദിസ് ഈസ് ഫോൾസ്.
മീന റാൻ ഹോം ടു കംപ്ലെയിൻ അബൌട്ട് ദ ബോയ് എന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് ഫോൾസ്. ദി ബോയ് ഡിഡ് നോട്ട് നോ ഹൗ ടു മേക്ക് പേപ്പർ ബോട്ട്സ്. ആൺകുട്ടിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കേണ്ടതെന്ന്. ഇറ്റ് ഈസ് ട്രൂ. അത് ശരിയാണ്. അവൻ പറഞ്ഞത് ശരിയാണ്. അവൻ അറിയില്ലായിരുന്നു. സോ ദ ആൻസർ ഈസ് ട്രൂ. TRUE ട്രൂ. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. മീന ഹാഡ് ഉള്ളി വൈറ്റ് പേപ്പർ. ഇറ്റ് ഈസ് ഫോൾസ്. മീനയുടെ ഈ പല നിറത്തിലുള്ള പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ മീന ഹാഡ് ഉള്ളി വൈറ്റ് പേപ്പർ എന്നുള്ളത് ഫോൾസ് ആണ്. ഇറ്റ് ഈസ് ഫോൾസ്. ലെറ്റ് us സ്പീക്ക്. നമുക്ക് സംസാരിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ആ പടമൊക്കെ ഒന്ന് നോക്കുക. ടെൽ ദ സ്റ്റോറി ഓഫ് മനീഷ് സേവ്സ് ദ ആൻഡ് ദ ക്ലാസ്. മനീഷ് ഉറുമ്പിനെ രക്ഷിക്കുന്നത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലാസ്സിലൊന്ന് വിവരിക്കണം ആ കഥയെ. 6 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്നിൽ ഒരാൺകുട്ടി നടന്നു പോകുന്നു, കണ്ടില്ലേ, സ്കൂളിലേക്ക് പോവുക. ആദ്യത്തെ പടം അതാണ്. രണ്ടാമത്തെ പടമോ, രണ്ടാമത്തേത് അവൻ ജലത്തിലേക്ക് നോക്കിക്കൊണ്ട് പോകുമ്പോൾ അരുവിയിലൂടെ ഒരു ഉറുമ്പ് വെള്ളത്തിലങ്ങ് ഒഴുകിപ്പോവുകയാണ്. പെട്ടെന്ന് അവനെന്ത് ചെയ്തു? അവനൊരു കടലാസ് ബോട്ടുണ്ടാക്കി അതിലേക്ക് വിട്ടു. ഉറുമ്പ് അതിൽ കയറിപ്പറ്റി. പിന്നീട് കണ്ടില്ലേ, അരികിലടുത്തപ്പോൾ അവനൊരു കൈ നീട്ടി ആ കടലാസ് കപ്പലെടുത്ത് കരയ്ക്ക് വെക്കും. അപ്പോൾ ഉറുമ്പ് അങ്ങനെ രക്ഷപ്പെടുന്നു. അപ്പോൾ ആ കഥ നമുക്ക് ക്ലാസ്സിലൊന്ന് അവതരിപ്പിക്കണം. ആ കഥ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. There was a boy in a village. There was a boy in a village. His name was Manish. അവൻ്റെ പേര് മനീഷ് എന്നായിരുന്നു. One day, ഒരു ദിവസം, when he was going to school, അവൻ സ്കൂളിൽ പോകുമ്പോഴേ, he walked along the side of a brook. അവനൊരു അരുവിയുടെ കരയിലൂടെയാണ് പോയത്. എങ്ങനെയാണ് അവൻ പോയത്? ലുക്കിംഗ് ഇൻ ദ ഫ്ലോവിങ് വാട്ടർ. ഒഴുകുന്ന വെള്ളത്തിൽ നോക്കിക്കൊണ്ടാണ് പോയത്. ദെൻ ഹീ ഫൗണ്ട് ആൻ ആൻഡ് ഫ്ലോവിങ് എലോങ് ദ വാട്ടർ. അവൻ കണ്ടു ഒരു ഉറുമ്പ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നു. വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ അവനും പോവുകയാണ്. ഹേ ഫൗണ്ട് ആൻ ആൻഡ് ഫ്ലോവിങ് എലോങ് ദി വാട്ടർ. ഹി ഡിസൈഡഡ് ടു സേവ് ദ ആൻഡ്. അവൻ തീരുമാനിച്ചു ഉറുമ്പിനെ രക്ഷിക്കാൻ. ഹേ ഡിസൈഡഡ് ടു സേവ് ദ ആൻഡ്. അവൻ ഉറുമ്പിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. സഡൻലി ഹീ ടുക്ക് എ പീസ് ഓഫ് പേപ്പർ. പെട്ടെന്ന് ഒരു പീസ് പേപ്പർ എടുത്തു. ആൻഡ് മെയ്ഡ് എ പേപ്പർ ബോട്ട്. എന്നിട്ടൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി. ഹീ പുട്ട് ദ പേപ്പർ ബോട്ട് വെരി നിയർ ടു ദി ആൻഡ്. ഉറുമ്പിൻ്റെ അടുക്ക തന്നെ അത് ഇട്ടു കൊടുത്തു. ആൻഡ് സോ ദ ബോട്ട് ആൻഡ് ഗോട്ട് ഇൻ വിച്ച്. ഉറുമ്പ് ആ ബോട്ട് കണ്ടു, അവനകത്തെ കയറിപ്പറ്റി. ദെൻ ദ ബോയ് ഫോളോഡ് ദ ബോട്ട്. ആൺകുട്ടി ആ ബോട്ടിനെ ഫോളോ ചെയ്തു. ഇതിലൂടെയാണ് ഫോളോ ചെയ്തത്? എലോങ് ദി സൈഡ് ഓഫ് ദ ബ്രൂക്ക്. ആ അരുവിയുടെ അരികിലൂടെ. ആൻഡ് വെൻ ദ ബോട്ട് റീച്ച് അറ്റ് ദ സൈഡ് ഓഫ് ദ ബ്രൂക്ക്. എപ്പോഴാണോ ബോട്ട് അരുവിയുടെ അരികിലണഞ്ഞത്, ഈ സഡൻലി ടുക്ക് ദ ബോട്ട്. അവനെന്ത് ചെയ്തു? പെട്ടെന്ന് ആ ബോട്ട് ഇഞ്ഞെടുത്തു. സഡൻലി ഹീ ടുക്ക് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. വെള്ളത്തിൽ നിന്നെടുത്തു. ആൻഡ് സേവ്ഡ് ദ ആൻഡ് ബൈ പുട്ടിങ് ഇറ്റ് ഓൺ ദി ഗ്രൗണ്ട്. അതിനെ നിലത്തോട്ട് വിട്ട് അതിനെ രക്ഷിച്ചു. റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഒബ്സർവ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ വരുന്ന സെൻറ്റൻസൊക്കെ ഒന്ന് വായിക്കണം. എന്നിട്ടോ ഒബ്സർവ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. അടിവരയിട്ട വാക്കുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണം, നിരീക്ഷിക്കണം. മനസ്സിലായോ? എക്സാമ്പിൾ 1. മീന വോക്ക്ഡ് ടുവേഴ്സ് എ സ്ട്രീം നിയർ ദ ബാംബു ബ്രിഡ്ജ്. മീന വോക്ക്ഡ് ടുവേഴ്സ് എ സ്ട്രീം. അവൾ അരുവിയുടെ ഭാഗത്തേക്ക് നീങ്ങി, അങ്ങോട്ട് നടന്നു. ഷീ വോക്ക്ഡ് ടുവേഴ്സ് ദ സ്ട്രീം നിയർ ദ ബാംബു ബ്രിഡ്ജ്. ബാംബു ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക്. ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. ഈ സെൻറ്റൻസിൽ ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട് എന്നാണ് പറയുന്നത്. അവിടെ മീന ബെൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്നില്ല, മീനയ്ക്ക് പകരം ഷീ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ഷീ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മീന. ഷീ ആണ് ഉപയോഗിക്കുന്നത് മീനയ്ക്ക് പകരം. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട്. ആൺകുട്ടി സ്ട്രീമിലേക്ക് ചാടിയിറങ്ങി, എന്നിട്ട് ബോട്ട് പുറത്തെടുത്തു അല്ലേ. ഹേ പുൾഡ് ദ ബോട്ട് ഔട്ട് ആൻഡ് ബോട്ട് പുറത്തേക്ക് എടുത്തു. ഹേ ഗാവ് ഇറ്റ് ടു മീന. അവൻ അത് മീനയ്ക്ക് കൊടുത്തു. ഈ സെൻറ്റൻസിൽ ദ ബോയ് എന്നുള്ളതിന് പകരം ഹീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇൻ ദി സെക്കൻഡ് സെൻറ്റൻസ് ഹീ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ വേർഡ് ബോയ്. ബോയ് എന്ന വാക്കിന് പകരം ഹീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം.
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ഹി ഓർ ഷീ. ഹീ എന്നോ ഷീ എന്നോ ചേർത്ത് താഴെ തന്നിരിക്കുന്നോ ഫില്ല് ചെയ്യണം. 1. റാണി ലൈക്സ് പ്ലേയിങ് ഔട്ട്സൈഡ്. റാണിക്ക് പുറത്തൊക്കെ കളിക്കുന്നതാണ് ഇഷ്ടം. വീടിന് പുറത്തായിട്ട് കളിക്കുന്നതാണ് ഇഷ്ടം. അതിൻ്റെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഡാഷ് ലൈക്ക് ഫ്ലൈയിങ് കൈറ്റ്സ് എന്നാണ്. അപ്പോൾ റാണി എന്നുള്ള പേരിന് പകരം അവിടെ നമ്മൾ ഷീ ചേർത്താൽ മതി. ഷീ ലൈക്സ് ഫ്ലൈയിങ് കൈറ്റ്സ്. അവൾക്കിഷ്ടം കൈറ്റ് പറത്തുന്നതാണ്, പട്ടം പറത്തുന്നതിലാണ്. രണ്ടാമത്തെ നോക്കാം. സാഹിൽ ഹാസ് എ ടോപ്പ്. സാഹിലിനൊരു പമ്പരമുണ്ട്. ഡാഷ് പ്ലേസ് വിത്ത് ഇറ്റ്സ് എവറി ഡേ. അവിടെ ഡാഷ് ചേർത്തിക്കുന്നത് നമ്മൾ വേണ്ട ഹീന. സാഹിൽ ആൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് ഹീ പ്ലേസ് വിത്ത് ഇറ്റ്സ് എവറി ഡേ എന്ന് എഴുതാം. മൂന്നാമത്തെ ദുർഗ ഈസ് 5 years old. ദുർഗ ഒരു പെൺകുട്ടിയല്ലേ. ദുർഗ ഈസ് 5 years old. ഡാഷ് ഈസ് ഗോയിങ് ടു സ്കൂൾ. ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നാണ് വേണ്ടി, കാരണം അവൾ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. നാലാമത്തെ രഞ്ജിത്ത് ഗോസ് ടു സ്കൂൾ റെഗുലർലി. രഞ്ജിത്ത് തുടർച്ചയായിട്ട് റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്ന ആളാണ്. ഡാഷ് ലൈക്സ് റീഡിങ് സ്റ്റോറീസ്. ഡാഷ് എന്നുള്ളത് രഞ്ജിത്തിന് പകരമായിട്ട് വേർഡാണ് വേണ്ടത്. ഷീയെ അവരുള്ളൂ, ഹീ. എന്തുകൊണ്ടാണ്? രഞ്ജിത്ത് ആൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഹീ ലൈക്സ് റീഡിങ് സ്റ്റോറീസ്. അവന് കഥകൾ വായിക്കുന്നത് ഇഷ്ടമാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പടമൊക്കെ ഒന്ന് നോക്കിയേ. ഒരു ഷെൽഫ്, അതിൻ്റെ അകത്തൂടെ പുസ്തകങ്ങൾ, ഒരു കസേര, കസേരയിൽ കുറേ ബാഗുകൾ, ഒരു വട്ടമേശ, റൗണ്ട് ടേബിൾ, അതിൻ്റെ താഴെ ഒരു കാറ്, ടോയ് കാർ, അതിൻ്റെ അപ്പുറത്തൊരു പെട്ടി, പെട്ടിക്കകത്തൊരു ബോൾ, ഒരു കട്ടിലിൽ തലയിണയുണ്ട്, ഒരു പില്ലോ, പിന്നെ ഒരു ക്യാപ്പുണ്ട്, ഒരു തൊപ്പി, ഒരു ബാറ്റുണ്ട് അല്ലേ, ബാറ്റല്ലേ അത്. അപ്പോൾ താഴെ ഒരു മീനിൻ്റെ രൂപത്തിലൊരു ടോയ് ഉണ്ട്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. എഴുതിയിരിക്കുന്നത് റൈറ്റ് വയർ ഈച്ച് തിങ് ഈസ്. ഓരോ വസ്തു എവിടെയാണെന്ന് പറയണേ. ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റ് വേർഡ് നമ്മൾ തിരഞ്ഞെടുത്തെഴുതണം. ഒന്നാമത്തെ ദ ബാറ്റ് ഈസ് ഡാഷ് ദ ബെഡ്. ദ ബാറ്റ് ഈസ് ഓണെന്നും ഉണ്ട് അണ്ടർന്നും ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് കണ്ടോ, കട്ടിലിൻ്റെ മെത്തയുടെ മുകളിലാണല്ലേ. ബാറ്റ് ഈസ് ഓൺ ദ ബെഡാണ്. സോ അടുത്തത് 2. ദ ബാഗ് ഈസ് ഓൺ ദ ചെയർ. ശരിയല്ലേ, ബാഗ് ചെയറിന് മുകളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ബാഗ് ഈസ് ഓൺ ദ ചെയർ എന്ന് പറയാം. ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ്. പെട്ടിക്കകത്താണല്ലോ, അതുകൊണ്ട് ഇൻ ദ ബോക്സ് എന്ന് പറയാം. എ കാർ ഈസ് അണ്ടർ ദ ടേബിൾ. ടേബിളിൻ്റെ അടിയിലാണ് കാറ് കണ്ടില്ല, ടോയ് കാർ കിടക്കുന്നത്, അത് കാരണം അണ്ടർ ദി ടേബിൾ എന്ന് പറയാം. ദ ബുക്സ് ആർ ഇൻ ദ ഷെൽഫ്സ്. ഷെൽഫിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഇന്നെന്നാണ് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.